ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് അവയർനെസ് ക്യാമ്പയിനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എൻഗേജ്മെൻറ്റ് ക്യാമ്പയിൻ എങ്ങനെ ചെയ്യില്ല നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ വീഡിയോയിൽ പോയി നോക്കാം നമുക്ക്. ഓക്കെ, അപ്പം ബ്രാൻഡ് അവയർനെസ് ആണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. റീച്ച്, വീഡിയോ വ്യൂസ്, അതേപോലെ ഷെയർ ലൊക്കേഷൻ അവയർനെസ്. ലൊക്കേഷനിലെ ഒരു ഏരിയ, പർട്ടിക്കുലർ ഏരിയ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് അവയർനെസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരെ അതിന് ക്രിയേറ്റിൽ നോക്കാം. കണ്ടിന്യൂ എടുത്തിട്ടുണ്ട്, അവയർനെസ് സെലക്ട് ആക്കിയിട്ട്. ഓക്കെ, ക്യാമ്പയിൻ നെയിം അടിച്ചിട്ടുണ്ട്. നമ്മൾ എൻഗേജ്മെൻറ്റ് ക്യാമ്പയിന് ചെയ്യുന്നത് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലുണ്ട്, ഇവിടെ ഒരു ലിങ്കും കൊടുക്കാം. ഓക്കെ, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാമ്പയിൻ നെയിം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഡേറ്റ് ജസ്റ്റ് കൊടുക്കേണ്ട ഒന്നും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്ത് ക്യാമ്പയിൻ എല്ലാം എന്ത് ചെയ്യുക, അവിടെ മെൻഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നേരെ നമ്മൾ ആഡ് സെറ്റിൽ പോവാം. ഓക്കെ, ആഡ് സെറ്റിൽ നെയിം ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ പെർഫോമൻസ് ഗോള്. ഓക്കെ, എന്താണ് ഇപ്പോൾ മാക്സിമം റീച്ചാണോ വേണ്ടത്, അതേപോലെ ഇമ്പ്രഷൻ മതിയോ, ഓക്കെ, അതേപോലെ മാക്സിമം ത്രൂപ്പുള്ള വ്യൂസ് മതിയോ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഓക്കെ, മാക്സിമം റീച്ച് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ, മാക്സിമം എങ്ങനെ ആൾക്കാരെ റീച്ച് ആക്കാം നമ്മൾ വീഡിയോസ് ആയാലും പോസ്റ്റ് ആയാലും. ഇമ്പ്രഷൻ മാക്സിമം ആളിലേക്ക് എത്തിക്കുക. ഓക്കെ, മാക്സിമം ആളുകൾ കാണും. അപ്പോൾ ഞാനിപ്പോൾ സെലക്ട് ആക്കിയിട്ടുള്ളത് മാക്സിമം റീച്ചാണ്. അപ്പോൾ എനിക്ക് വേണ്ടത് മാക്സിമം റീച്ചാണ് വേണ്ടത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക, മാക്സിമം റീച്ച് സെലക്ട് ആക്കിയാൽ മതിയാവും, അതൊന്നും നന്നാവുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ പേജ് ഇവിടെ സെലക്ട് ആക്കാം. അപ്പോൾ ഇതിൻ്റെ സിനാൻ ഡിജിറ്റൽ ഒരു പേജ് സെലക്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഈ പേജിലാണ് ആഡ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ അത് സെലക്ട് ആക്കി കുറച്ചധികം നമ്മുടെ ഫ്രീക്വൻസി കൺട്രോൾ ഉണ്ടാവും. അപ്പോൾ ഓക്കെ, ഇത് 7 ഡേയ്സിനുള്ളിൽ ഒരാൾക്ക് എത്ര വട്ടം ആഡ് കാണിക്കണം എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇവിടെ 2 പ്രാവശ്യം കാണിച്ചാൽ അതിൽ സെലക്ട് ആക്കിയിട്ടുണ്ട്. നമുക്ക് അതേപോലെ ഡേയ്സും സെലക്ട് ആക്കാം. ഓക്കെ, അതേപോലെ ഡൈനാമിക് ക്രിയേറ്റീവ് ഉണ്ട്, നമുക്കിപ്പോൾ ആവശ്യമില്ല, കുറച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ അവയർനെസ് ക്യാമ്പിൽ ഇതൊക്കെ ഓഫ് ആക്കിയിട്ട് വെക്കാം. പിന്നെ അതുപോലെ ബഡ്ജറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നുണ്ട്. ഡെയിലി ബഡ്ജറ്റും ഉണ്ട്, ലൈഫ് ടൈമും ഉണ്ട്. ഓക്കെ, ബഡ്ജറ്റ് ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ബഡ്ജറ്റ് ഷെഡ്യൂളിംഗ് ആണ്. ഓക്കെ, അതിന് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് വീഡിയോ പറഞ്ഞു തരാം. ഓക്കെ, നമ്മൾ പറഞ്ഞാൽ വീഡിയോ ലെങ്ത് ആവും. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ ലൊക്കേഷന് പോവാം. അപ്പോൾ ലൊക്കേഷൻ ഇന്ത്യ കൊടുത്തു, ഏജ് 18 കൊടുത്തു. ഓക്കെ, ലാംഗ്വേജ് സെലക്ട് ആക്കുക, മലയാളം സെലക്ട് ആക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ ഉണ്ട് ഇവിടെയാണ് ഈ സെക്ഷനിലാണ് ഡീറ്റെയിൽ ടാർഗറ്റിങ്ങും പിന്നെ അതുപോലെ ഏജിൻ്റെ സെക്ഷൻ, ജെൻഡർ സെക്ഷനൊക്കെ. അപ്പോൾ ഏജ് ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏജ് കൊടുത്ത് ഇവിടെ ടാർഗറ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ 2 ആൾക്കാരെ ഇവിടെ ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇങ്ങനെ ടാർഗറ്റ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. പിന്നെ അപ്പുറത്തുണ്ട് ഇവിടെ സജസ്റ്റൻസും ഉണ്ടാവും, ബ്രൗസും ഉണ്ടാവും. ബ്രൗസിൽ ബിഹേവിയർ, ഇൻട്രസ്റ്റ്, ഓക്കെ, അത് കുറച്ച് സംഭവങ്ങളുണ്ട്. നമുക്ക് ചെയ്യാം. ഡീറ്റെയിൽ ടാർഗറ്റ് നമുക്കിത് വേറെ സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, പിന്നെ അതേപോലെ ഇവിടെ ഈ പ്ലേസ്മെൻറ്റിൽ കുറച്ച് സെറ്റിങ്സ് ഉണ്ട്. പ്ലേസ്മെൻറ്റ് ഇവിടെ അഡ്വാൻസ്ഡ് പ്ലേസ്മെൻറ്റ്സും ഉണ്ടാവും, പിന്നെ അതുപോലെ മാനുവൽ പ്ലേസ്മെൻറ്റും ഉണ്ടാവും. മാനുവൽ നമുക്ക് സെലക്ട് ചെയ്യാം ഏത്. അപ്പോൾ ഇവിടെ മാനുവലും ഉണ്ടാവും, അഡ്വാൻസ്ഡും ഉണ്ടാവും. മാനുവൽ എന്ന് വെച്ചാൽ നമ്മൾ പ്ലാറ്റ്ഫോമൊക്കെ സെലക്ട് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം വേണോ, മെസ്സഞ്ചർ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് വേണോ എന്നൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ അങ്ങനെ ഇവിടെ ടിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ എത്ര ഉള്ളൂ, നമ്മൾ നെക്സ്റ്റ് അടിച്ച് പോയി നോക്കാം. നെക്സ്റ്റ് ആഡ് സെക്ഷന് പോയി നോക്കാം. അപ്പോൾ അതേപോലെ ആഡിൻ്റെ നെയിമൊന്ന് ചേഞ്ച് ആക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പേജ് സെലക്ട്, ആ പേജ് നമ്മൾ ആഡ് റൺ ചെയ്യേണ്ട പേജിൽ അവിടെ ഉറപ്പ് വരുത്താം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫോർമാറ്റാണ്. ഓക്കെ, ഇമേജ് ഓർ വീഡിയോ സെലക്ട് ആക്കാം. അപ്പോൾ ക്രിയേറ്റീവ് നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ ഇമേജ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇമേജാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, പ്രൈമറി ടെക്സ്റ്റ് ഡിസ്ക്രിപ്ഷൻ എന്താ ഞാൻ കൊടുക്കാം. ഓക്കെ, അടുത്ത ഇമേജിൻ്റെ സെക്ഷനാണ്. പ്രൈമറി ടെക്സ്റ്റും ഇതൊക്കെ വളരെ ഡീപ്പായി നമ്മുടെ സർവീസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഡീപ്പായിട്ട് എന്ത് ചെയ്യുക ഇവിടെ കൊടുക്കുക, ഫുൾ ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഇമേജ് സെലക്ട് ആക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ മെസ്സേജും കൺവേർഷൻ വെബ്സൈറ്റ് എന്തെങ്കിലും അത് കൊടുക്കാം. അത് ഈ കോൾ ടു ആക്ഷനാണ്. കോൾ ടു ആക്ഷൻ ഒന്നും ഇല്ലാതെയും കൊടുക്കുക, വെബ്സൈറ്റ് കൊടുക്കുക, കോളിൻ്റെ ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, മെസ്സേജിങ് ആപ്പ് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ അതിൽ വാട്സപ്പ് കൊടുത്തിട്ടുണ്ട്. അടുത്ത് നോക്കണം മെസ്സേജിങ് ഡെസ്റ്റിനേഷനാണ്. ഡെസ്റ്റിനേഷൻ നമുക്ക് സെറ്റ് ചെയ്യാം. അതെ, ഓക്കെ, ഡെസ്റ്റിനേഷൻ വെച്ചാൽ നമ്മൾ മെസ്സേജൊക്കെ പോകുമ്പോൾ പ്രീഫിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അതിന്
ഇതാണ് ഇതിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ് വരല്. ഓക്കെ, ഫ്രീക്വൻലി ക്വസ്റ്റ്യൻസ് അപ്പോൾ ഓട്ടോമേറ്റഡ് സംഭവമാണ്. ഓക്കെ, നമ്മളിപ്പോൾ അത് ഒരു സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രീഫിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കോൾ ടു ആക്ഷൻ മെസ്സേജിങ് ആണ് പോകുന്നത്. കോൾ ടു ആക്ഷൻ ഇപ്പോൾ മെയിനായിട്ട് ഫോക്കസ് നമ്മൾ അവയർനെസ് ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആഡ് പ്രിവ്യൂ വരില്ലേ. പ്രിവ്യൂവിൽ എന്ന് വെച്ചാൽ നമ്മൾ ഫീഡിൽ എങ്ങനെ കാണിക്കുക, റീൽസിൽ എങ്ങനെ കാണിക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഓക്കെ, പബ്ലിഷ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ സോ ഗൈസ്, അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സ് ചോദിക്കുക. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം. ഓക്കെ.